സ്വർഗീയവാതിലുകൾ അവകാശികളെ മാടിവിളിക്കുന്ന റംസാൻ മാസത്തിന് തുടക്കമായി. ശരീരവും മനസ്സും സ്രഷ്ടാവിലർപ്പിച്ച് ആത്മീയതയുടെ ദാഹവും വിശപ്പും പേറി സഹജീവികളുടെ ഹൃദയം തൊട്ടറിഞ്ഞുകൊണ്ട് ഇനി ഒരു മാസക്കാലം മുസ്ലിം സമൂഹം റംസാൻ നോമ്പിലേക്ക്. സ്രഷ്ടാവിലുള്ള പരിപൂർണ വിധേയത്വവും അനുസരണവുമാണ് നോമ്പിന്റെ ആത്മാവ്. അന്നപാനീയങ്ങൾ വെടിഞ്ഞ് മൌനവചന കർമാദികൾ ഉൾപ്പെടെ എല്ലാം ദൈവേച്ഛയ്ക്ക് അനുസരിച്ചാക്കുകയാണ് വിശ്വാസികൾ. റംസാൻ ആത്മസംസ്കരണത്തിന്റെ മാസം കൂടിയാണെന്ന തിരിച്ചറിവോടെ തിന്മകൾ വെടിഞ്ഞ് നന്മയുടെ വഴികൾ മാത്രം തിരഞ്ഞെടുക്കാൻ വിശ്വാസികൾ തയ്യാറാകണമെന്ന് ഇമാമുമാർ അറിയിച്ചു. എല്ലാ നന്മകളുടെയും പൂക്കാലമായാണ് റംസാനെ വിശ്വാസികൾ നെഞ്ചിലേറ്റുന്നതെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ റംസാൻ സന്ദേശത്തിൽ പറഞ്ഞു. വ്രതാനുഷ്ഠാനം അത് തന്നെയാണല്ലോ റമദാന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളതാണ്. വ്രതാനുഷ്ഠാനവും അതുപോലെ തന്നെ തറാവീഹ് നമസ്കാരം തുടങ്ങി ദീർഘമായ നമസ്കാരങ്ങൾ, പ്രാർത്ഥനകൾ, പിന്നെ സദക്ക, ദാനധർമാദി കർമ്മങ്ങൾ, ഖുർആൻ പാരായണം, ഇങ്ങനെ എല്ലാ നന്മകളുടെയും പൂക്കാലമായിട്ടാണ് പരിശുദ്ധ റമദാൻ മാസത്തെ വിശ്വാസികൾ വരവേൽക്കുന്നത്. അള്ളാഹു വിശ്വാസികൾക്ക് ചെയ്യുന്ന ഏറ്റവും നല്ല അനുഗ്രഹമായി സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസമായിട്ട്, നരകത്തിൻ്റെ കവാടങ്ങൾ അടക്കപ്പെടുന്ന മാസമായിട്ടാണ് വിശുദ്ധ റമദാനെ വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അങ്ങനെ സ്വർഗത്തിൻ്റെ ആ കവാടത്തിലേക്ക് പ്രവേശിക്കാൻ റബ്ബ് നമുക്ക് ഏവർക്കും അതിൻ്റെതായ തൗഫീഖ് നൽകട്ടെ. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളും നടത്തേണ്ടതിന്റെ ഭാഗമായി റംസാനിൽ സകാത്ത് വിതരണവും വർദ്ധിപ്പിക്കും. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അധികമുള്ളതിനെ മറ്റുള്ളവർക്ക് നൽകുന്ന മഹത്തായ ദാനത്തിന്റെയും മാസമാണ് റംസാൻ. ഇതിനായി സംഘടനകളും മറ്റു സന്നദ്ധ സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ വിപുലമായ റിലീഫ് വിതരണത്തിനും ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഈസ്റ്റ് ലൈഫ്, മലപ്പുറം.